പഴയ മരത്തൂണുകളും കരിങ്കല്ല് പാകിയ വരാന്തയുമുള്ള ആ വലിയ തറവാട്. വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും ആ വീടിന്റെ ഓരോ കോണിലും ഒരു ഐശ്വര്യം ബാക്കിയുണ്ട്. ജാനകിയമ്മ ഉമ്മറത്തെ ചാരുകസേരയിൽ വന്നിരിക്കുകയാണ്. ജാനകിയമ്മയുടെ മകൾ അനഘ. അവൾ ബാഗും തൂക്കി മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. വാതിലൊക്കെ നേരത്തെ അടച്ച് അകത്തിരുന്നോണം. ഞാൻ ഗേറ്റ് പൂട്ടിയിട്ടാണ് പോകുന്നത്. ജാനകിയമ്മ വാത്സല്യത്തോടെ അവളെ നോക്കി. നീ പോയിട്ട് വാ മോളെ. എനിക്കിവിടെ എന്തു പേടിക്കാനാ? ഈ വീടിന്റെ ഓരോ കല്ലും എനിക്ക് പരിചയമുള്ളതല്ലേ. ടൗണിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായ അവൾക്ക് ഇന്ന് ജോലിയുടെ തിരക്കുള്ള ദിവസമാണ്. അമ്മേ, ഞാൻ ഇറങ്ങുവാ. ഇന്ന് മാസാവസാനത്തെ കണക്കുകൾ തീർക്കാനുള്ളതാണ്. വരാൻ ഇത്തിരി വൈകും. അമ്മ ഒറ്റയ്ക്കിരിക്കണ്ട. 70 വയസ്സിന്റെ അവശതകൾ ഉണ്ടെങ്കിലും ആ തറവാടിന്റെ ഗാംഭീര്യം ഇപ്പോഴും അവരുടെ മുഖത്തുണ്ട്. അവരുടെ കഴുത്തിലെ താലിമാലയും കാതിലെ പാരമ്പര്യമായി കിട്ടിയ സ്വർണ്ണ കമ്മലുകളും ആ മങ്ങിയ വെളിച്ചത്തിലും മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അനഘ അവളുടെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് ജാനകിയമ്മ നോക്കി നിന്നു. ഇരുമ്പ് ഗേറ്റ് അടയുന്ന ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. ദൂരെ മകളുടെ സ്കൂട്ടറിന്റെ വെളിച്ചം മായുന്നതുവരെ ജാനകിയമ്മ മുറ്റത്തേക്ക് നോക്കി നിന്നു. അവൾ പോയി കഴിഞ്ഞതോടെ ആ വലിയ തറവാട്ടിൽ ജാനകിയമ്മ ഒറ്റയ്ക്കായി. കാറ്റ് വീശുമ്പോൾ ജനാലകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം മാത്രം അവിടെ കേൾക്കാം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ജാനകിയമ്മയ്ക്ക് ഈയിടെയായി ഓർമ്മകൾ കൈവിട്ടു പോകുന്നുണ്ട്. പഴയ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുവെങ്കിലും തൊട്ടു മുൻപ് നടന്നതോ പറഞ്ഞതോ ആയ കാര്യങ്ങൾ പലപ്പോഴും മറന്നുപോകും. പക്ഷേ ഒരു കാര്യം മാത്രം കാലം എത്ര കഴിഞ്ഞിട്ടും മാറിയിട്ടില്ല. അമ്മയുടെ ആ നിഷ്കളങ്കമായ മനസ്സും ആരെയും സഹായിക്കാനുള്ള അമിതമായ താല്പര്യവും. ആര് വന്ന് വിളിച്ചാലും ജാനകിയമ്മ വാതിൽ തുറക്കും. അമ്മേ, വിശക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ തന്റെ കയ്യിലുള്ളത് അവർക്ക് കൊടുത്തിട്ടേ അവർക്ക് സമാധാനമാകൂ. പക്ഷേ പുറം ലോകം അത്ര നല്ലതല്ലെന്ന് അനഘയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പത്രങ്ങളിലും വാർത്തകളിലും കാണുന്ന ചതിയുടെയും ക്രൂരതയുടെയും കഥകൾ അവളുടെ ഉള്ളിൽ ഭയം നിറച്ചു. പല തവണ അവൾ പറഞ്ഞു മടുത്തു. അമ്മേ, ഈ കാലം ശരിയല്ല. ആര് വന്നു വിളിച്ചാലും കതകു തുറക്കരുത്. ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കാൻ നമ്മളത്ര വലിയ ധനികരൊന്നുമല്ല. പക്ഷേ ജാനകിയമ്മ ഒരു ചിരിയോടെ അത് തള്ളിക്കളയും. പാവങ്ങളല്ലേ മോളെ, നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കും എന്ന അമ്മയുടെ ചോദ്യത്തിനു മുന്നിൽ അവൾ നിസ്സഹായയാവും. അമ്മയുടെ ഈ നിഷ്കളങ്കത മറ്റാരെങ്കിലും മുതലെടുക്കുമോ എന്ന പേടി അവളെ വേട്ടയാടാൻ തുടങ്ങിയതോടെയാണ് അവൾ ആ കടുത്ത തീരുമാനമെടുത്തത്. ജോലിക്ക് പോകുമ്പോൾ പുറത്തെ വലിയ ഇരുമ്പ് ഗേറ്റും ഉമ്മറത്തെ പ്രധാന വാതിലും അവൾ പുറത്തുനിന്ന് പൂട്ടും. അമ്മയ്ക്ക് അകത്തിരിക്കാം, പക്ഷേ ആര് വിളിച്ചാലും പുറത്തേക്കിറങ്ങാനോ വാതിൽ തുറക്കാനോ കഴിയില്ല. ജോലിക്ക് പോകാൻ നേരം അവൾ അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മേ, ഞാൻ പോയി വരുന്നതുവരെ പുറത്തെ വാതിൽ തുറക്കാൻ നോക്കണ്ട. അത് പൂട്ടിയിരിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്യണം. ജാനകിയമ്മയുടെ മുഖത്ത് ഒരു ചെറിയ വിഷമം നിഴലിച്ചു. പക്ഷേ മകൾ അത് ശ്രദ്ധിച്ചില്ല. ബാഗുമെടുത്ത് അവൾ വീടിന്റെ പുറകുവശത്തേക്ക് നടന്നു. അടുക്കളയോട് ചേർന്നുള്ള ചെറിയ ഇടവഴിയിലൂടെ പോയി തറവാടിന്റെ പിൻഭാഗത്തെ ആ ചെറിയ ഗേറ്റ് വഴി അവൾ പുറത്തിറങ്ങി. ആരും അധികം ശ്രദ്ധിക്കാത്ത കാട് പിടിച്ചു കിടക്കുന്ന ആ വഴിയിലൂടെ വേണം അവൾക്ക് റോഡിലെത്താൻ. താൻ അമ്മയെ സുരക്ഷിതമായി പൂട്ടിയിട്ടാണ് പോകുന്നതെന്ന ആശ്വാസത്തിൽ അവൾ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും രാവിലെ മകൾ തന്നെ പൂട്ടിയിട്ട് പോകുന്നത് കാണുമ്പോൾ ജാനകിയമ്മയ്ക്ക് ഉള്ളിൽ ചെറിയൊരു സങ്കടം തോന്നുമായിരുന്നു. എങ്കിലും തന്റെ മകൾക്ക് തന്നോടുള്ള ആകുലതയും സ്നേഹവുമാണ് ആ പൂട്ടുകളെന്ന് ഓർക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. തനിക്ക് വേണ്ടി അവൾ എത്രമാത്രം പേടിക്കുന്നുണ്ടെന്ന് ജാനകിയമ്മ തിരിച്ചറിഞ്ഞു. അവർ തന്റെ ഓർമ്മക്കുറവിനെ സ്നേഹത്തോടെ ശപിച്ചുകൊണ്ട് വീടിനുള്ളിലെ ജനാലയ്ക്കൽ കാത്തിരിക്കും. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഓഫീസിലെ കണക്കുകൾ തീർത്ത് തിരികെ എത്തുമ്പോൾ പതിവിലും വൈകി. ആകാശം കറുത്തിരണ്ടിരുന്നു. തറവാട് ലക്ഷ്യമാക്കി സ്കൂട്ടർ ഓടിക്കുമ്പോൾ അവളുടെ മനസ്സിൽ അമ്മയുടെ ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു. വീടിന്റെ പിന്നിലെ ചെറിയ ഗേറ്റ് തുറന്ന് അവൾ അകത്തേക്ക് കടന്നു. വീടിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത. സാധാരണയായി അവൾ വരുമ്പോൾ ഉമ്മറത്തെ ജനാലയ്ക്കൽ അമ്മയുടെ മുഖം കാണാറുള്ളതാണ്. പക്ഷേ ഇന്നവിടെ ആരുമില്ല. അമ്മേ, അവൾ വിളിച്ചു. മറുപടി ഒന്നുമില്ല. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു മിടിപ്പുയർന്നു. വേഗം ബാഗ് സോഫയിലേക്ക് എറിഞ്ഞ് അവൾ അകത്തെ മുറിയിലേക്ക് ഓടി. അമ്മേ, ഞാൻ ദാ വന്നു.
അതും പറഞ്ഞ് അകത്തേക്ക് കയറിയ അവൾ ആ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നുപോയി. ജാനകിയമ്മ തറയിൽ കിടക്കുകയാണ്. വെളുത്ത മുണ്ടിലും ഉടുപ്പിലും ചോര പടർന്നു പിടിച്ചിരിക്കുന്നു. കഴുത്തിൽ അമ്മ എപ്പോഴും പുതയ്ക്കാറുള്ള ആ ചന്ദന നിറമുള്ള ഷോൾ മുറുക്കി കെട്ടിയിട്ടുണ്ട്. അമ്മയുടെ ശരീരത്തിൽ അവിടെവിടെയായി ആഴത്തിലുള്ള വെട്ടുകൾ. ചോര വാർന്ന് ആ തറയാകെ ചുവപ്പായി മാറിയിരിക്കുന്നു. അമ്മേ! അവൾ കിതച്ചുകൊണ്ട് താഴെയിരുന്നു. തണുത്തുറഞ്ഞ അമ്മയുടെ കൈകൾ തൊട്ടപ്പോൾ അവൾക്ക് ലോകം അവസാനിക്കുന്നത് പോലെ തോന്നി. അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ സ്വർണമാലയും കാതിലെ മിന്നുകളും കാണാനില്ല. താൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ, താൻ തന്നെ പൂട്ടിയിട്ട ആ കോട്ടയ്ക്കുള്ളിൽ തന്റെ അമ്മ ഇങ്ങനെ കൊല്ലപ്പെടുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ചുവന്ന തറയിലിരുന്ന് അവൾ പൊട്ടിക്കരയുമ്പോൾ ആ വലിയ തറവാടിന്റെ ചുവരുകൾ ആ മരവിച്ച നിലവിളി ഏറ്റുവാങ്ങുകയായിരുന്നു. തറവാട് വീട് മുഴുവൻ പോലീസിനെയും വിരലടയാള വിദഗ്ധരെയും കൊണ്ട് നിറഞ്ഞു. മുറ്റത്ത് പോലീസ് ജീപ്പിന്റെ ചുവന്ന വിളക്കുകൾ കറങ്ങിക്കൊണ്ടിരുന്നു. അനഘ തളർന്നൊരു മൂലയിൽ ഇരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ അമ്മയുടെ ആ ചുവന്ന ചോരപ്പാടുകളിൽ തറഞ്ഞു നിൽക്കുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഓരോ മുക്കിലും മൂലയിലും അരിച്ചു പെറുക്കി. പക്ഷേ അവർക്ക് അത്ഭുതം തോന്നി. വീടിന്റെ മുൻവാതിലോ ജനാലകളോ തകർത്തിട്ടില്ല. മകൾ പൂട്ടിയിട്ടു പോയ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എല്ലാം. മോഷണം നടന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ കുറ്റവാളിയെപ്പോലെ ഒരിടത്തും വിരലടയാളമോ മറ്റു തെളിവുകളോ കൊലയാളി ബാക്കി വെച്ചിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ CI രാഘവൻ ജാനകിയമ്മയുടെ മൃതദേഹം സൂക്ഷ്മമായി പരിശോധിച്ചു. കുറച്ചു നേരത്തെ നിരീക്ഷണത്തിന് ശേഷം അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോടായി പറഞ്ഞു, ഇതൊരു സാധാരണ മോഷണമല്ല. നോക്കൂ, കൊലയാളി ആദ്യം ആയുധം ഉപയോഗിച്ച് അമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചു. അമ്മ നിലത്തു വീണ് കാണും. പക്ഷേ അപ്പോഴും അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ അവരെ ഉപേക്ഷിച്ചു പോകാമായിരുന്നിട്ടും കൊലയാളി തന്റെ ഷോൾ എടുത്ത് അവരുടെ കഴുത്തിൽ മുറുക്കി മരണം ഉറപ്പിച്ചു. എന്തിനായിരിക്കും അത്രയും ക്രൂരത കാണിച്ചത്? അദ്ദേഹം മുറിയിലുടനീളം നടന്നു. അതിന് ഒരൊറ്റ കാരണമേയുള്ളൂ. വെട്ടേറ്റിട്ടും ജാനകിയമ്മ മരിച്ചില്ലെങ്കിൽ താൻ ആരാണെന്ന് അവർ മകളോടോ പോലീസിനോടോ വിളിച്ചു പറയുമെന്ന് കൊലയാളി ഭയന്നു. അതായത് കൊലയാളി ജാനകിയമ്മയ്ക്ക് അത്രമേൽ പരിചിതനായ ഒരാളാണ്. അമ്മയുടെ ഓർമ്മക്കുറവിനെ പോലും വിശ്വസിക്കാൻ കൊലയാളി തയ്യാറായിരുന്നില്ല. മകളുടെ മൊഴിയെടുത്തപ്പോൾ പോലീസിന് മറ്റൊരു കാര്യം കൂടി വ്യക്തമായി. മകൾ പുറകിലെ ഗേറ്റ് വഴി പോയതിനു ശേഷം അമ്മ അകത്ത് തനിയെയായിരുന്നു. ആരെങ്കിലും വിളിച്ചാൽ വാതിൽ തുറന്നു കൊടുക്കുന്ന ജാനകിയമ്മയുടെ സ്വഭാവം കൊലയാളിക്ക് കൃത്യമായി അറിയാമായിരുന്നു. വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടും കൊലയാളി എങ്ങനെ അകത്ത് കയറി? മകൾ പോകുന്ന വഴി കൊലയാളി കണ്ടിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ആ വീടിന്റെ രഹസ്യ വഴികൾ അറിയുന്ന ആരോ ഒരാൾ. SI രാഘവൻ നിഗമനത്തിലെത്തി. പക്ഷേ സംശയിക്കാൻ പറ്റിയ ആരെയും അവിടെ കണ്ടില്ല. ബന്ധുക്കളും അയൽവാസികളും എല്ലാവരും ജാനകിയമ്മയെ സ്നേഹിച്ചിരുന്നവർ മാത്രം. തെളിവുകളില്ലാത്ത, സാക്ഷികളില്ലാത്ത ആ കൊലപാതകം പോലീസിനെ കുഴപ്പിച്ചു. ആ നിഗൂഢതയ്ക്ക് പിന്നിൽ തങ്ങൾക്കിടയിൽ തന്നെ ഒരാളുണ്ടെന്ന് അനഘ അപ്പോഴും അറിഞ്ഞിരുന്നില്ല. പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിക്കാതെ വന്നതോടെ പോലീസ് തന്ത്രം മാറ്റി. ജാനകിയമ്മയുടെ ആഭരണങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് CI രാഘവൻ നഗരത്തിലെയും പരിസരത്തെയും എല്ലാ സ്വർണ്ണക്കടകളിലേക്കും അയച്ചു കൊടുത്തു. ആരെങ്കിലും പഴയ സ്വർണം വിൽക്കാനോ പണയം വെക്കാനോ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ അടയാളങ്ങളുള്ള ആഭരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സ്റ്റേഷനിൽ വിവരമറിയിക്കണം എന്ന കർശന നിർദ്ദേശം അദ്ദേഹം നൽകി. അന്വേഷണം മുരടിച്ചു നിൽക്കുന്ന ഒരു ഉച്ച സമയം CI രാഘവന്റെ ഫോണിലേക്ക് ആ പ്രതീക്ഷിച്ച വിളിയെത്തി. നഗരത്തിലെ ഒരു പ്രമുഖ ജ്വല്ലറിയിൽ നിന്നായിരുന്നു ആ കോൾ. രാഘവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നി. ഫോൺ വെച്ച ഉടനെ അദ്ദേഹം ജീപ്പിലേക്ക് ചാടിക്കയറി. കൂടെ ഒരു വനിതാ കോൺസ്റ്റബിളും ഉണ്ടായിരുന്നു. പോലീസ് ജീപ്പ് ജുവലറിക്ക് മുന്നിൽ വേഗത്തിൽ വന്നു നിന്നു. രാഘവൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ ജുവലറി ഉടമ ആവേശത്തോടെ അരികിലേക്ക് വന്നു. എന്നാൽ ആ സ്ത്രീ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ രാഘവന്റെ മുഖത്ത് ചെറിയൊരു നിരാശ പടർന്നു. എവിടെ അവർ? നിങ്ങൾ അവരെ പിടിച്ചു വെച്ചില്ലേ? രാഘവൻ ചോദിച്ചു. ഇന്നലെയാണ് സാർ അവർ വന്നത്. പ്രായമായ ഒരു സ്ത്രീയായിരുന്നു. തന്റെ മകന് ഒരു ഗവൺമെന്റ് ജോലി ശരിയായിട്ടുണ്ടെന്നും അവിടെ വലിയൊരു തുക കെട്ടിവെക്കാനുണ്ടെന്നും അവർ പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ആ പഴയ ആഭരണങ്ങൾ ഉടനെ വിറ്റ് പണം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ പ്രായമായ ഒരാൾ ഒറ്റയ്ക്ക് വന്ന് സ്വർണം വിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി.
വീട്ടിൽ നിന്നും വേറെ ആരെങ്കിലും കൂട്ടി വരാൻ ഞാൻ നിർബന്ധിച്ചു. ലീല എന്നാണ് അവർ പേര് പറഞ്ഞത്. രാഘവൻ ഡയറിയിൽ ആ പേര് കുറിച്ചു വെച്ചു. എന്നിട്ട് അവർ എന്തു പറഞ്ഞു? ആരെങ്കിലും കൂട്ടി വരാമെന്ന് പറഞ്ഞ് അവർ കടയിൽ നിന്ന് ഇറങ്ങി. പക്ഷേ സാർ, പിന്നെ അവർ വന്നില്ല. ജ്വല്ലറി ഉടമ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. പക്ഷേ സാർ, ഒരു കാര്യം കൂടി. കടയിൽ നിന്ന് ഇറങ്ങിയ അവർ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി പരിചിതനായ ഒരാളെ കണ്ട് കുറച്ചുനേരം സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ആരാണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞാണ് അവർ ബസ് കയറി പോയത്. പരിചയമുള്ള ഒരാൾ. രാഘവൻ ആലോചനയിലാണ്ടു. അപ്പോൾ ഈ കൊലപാതകത്തിൽ ഒരാൾ മാത്രമല്ല, പങ്കാളിയും ഉണ്ടെന്നാണോ? അതോ ആഭരണങ്ങൾ വിൽക്കാൻ ലീല മറ്റാരെങ്കിലും ഏൽപ്പിച്ചതാണോ? അങ്ങനെ ഒരു തുമ്പും കിട്ടാതെ CI രാഘവൻ അനഘയുടെ അടുത്തെത്തി. ലീല എന്ന പേരിൽ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളിലോ അമ്മയുടെ കൂട്ടുകാരിലോ ഉണ്ടോ? അനഘ തല പുകഞ്ഞ് ആലോചിച്ചു. ജാനകിയമ്മയുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയ ആരുടെയെങ്കിലും പേര് ലീല എന്നുണ്ടോ എന്ന് അവൾക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. സ്വർണ്ണക്കടക്കാരൻ പറഞ്ഞ വിവരമനുസരിച്ച് പോലീസ് സംഘം ആദ്യം അന്വേഷിച്ചത് ആ സ്ത്രീ സംസാരിച്ച ആളെയായിരുന്നു. പോലീസുകാർ ഓട്ടോ സ്റ്റാൻഡിൽ അന്വേഷിച്ചു. അവിടെ വെച്ച് അവർക്കൊരു പ്രധാന വിവരം കിട്ടി. ദാസൻ എന്ന ഒരാളുമായിട്ടാണ് ആ സ്ത്രീ സംസാരിച്ചത്. ലീല സംസാരിച്ച ആ അപരിചിതൻ ദാസനാണെങ്കിൽ ലീലയിലേക്കുള്ള വഴി ദാസൻ തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. പോലീസ് ദാസനെ സ്റ്റേഷനിലേക്ക് കൂട്ടി. ഭയന്നു വിറച്ച ദാസനെ CI രാഘവൻ സൂക്ഷ്മമായി ചോദ്യം ചെയ്തു. നോക്കൂ ദാസൻ, ആ സ്ത്രീ നിങ്ങളുമായി സംസാരിക്കുന്നത് സ്വർണ്ണക്കടക്കാരൻ കണ്ടിട്ടുണ്ട്. അവർ ആരാണെന്നും എവിടെയാണെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം. സത്യം പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ ഇതിൽ നിന്നും ഒഴിവാക്കാം. ദാസൻ വിറയ്ക്കുന്ന കൈകൾ കൂപ്പി പറഞ്ഞു. സാർ, ദൈവത്തിനാണ് സത്യം. എനിക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇടയ്ക്ക് എന്റെ പെട്ടിക്കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഇന്നലെ അവിടെ വെച്ച് കണ്ടപ്പോൾ മകന്റെ കാര്യവും എന്തോ പൈസയുടെ ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞു. എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാനത് കേട്ടുനിന്നു. അതിനപ്പുറം ആ സ്ത്രീ ആരാണെന്നോ അവരുടെ വീട് എവിടെയാണെന്നോ എനിക്കറിയില്ല സാർ. ദാസനിൽ നിന്നും ഒരു തുമ്പും കിട്ടില്ലെന്ന് പോലീസിന് മനസ്സിലായി. അയാൾക്ക് ലീലയുടെ പേരോ വിലാസമോ അറിയില്ലായിരുന്നു. പക്ഷേ ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന ദാസന്റെ ഉറപ്പിൽ പോലീസ് അടുത്ത നീക്കം നടത്തി. ലീല എന്ന പേരും കരിമ്പനക്കൽ എന്ന സ്ഥലപ്പേരും മാത്രമാണ് പോലീസിന് ലഭിച്ചത്. അങ്ങനെ ലീലയെ തേടി പോലീസ് കരി കരിമ്പനക്കൽ എന്ന ദേശത്തേക്ക് തിരിച്ചു. യൂണിഫോമിൽ ചെന്നാൽ കൊലയാളി ജാഗരൂകനാകുമെന്ന് കരുതിയ രാഘവൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. പോലീസുകാർ ലാൻഡ് സർവേ ഉദ്യോഗസ്ഥരായും ഇൻഷുറൻസ് ഏജന്റുമാരായും വേഷം മാറി കരിമ്പനക്കൽ ഗ്രാമത്തിലേക്ക് ഇറങ്ങി. ഓരോ ഇടവഴിയിലും ഓരോ വീട്ടിലും അവർ കയറി ഇറങ്ങി. ആ ഗ്രാമത്തിലെ ലീല എന്നു പേരുള്ള 8ഓളം സ്ത്രീകളെ അവർ കണ്ടെത്തി. ഒന്നാമത്തെ ലീലയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് മക്കളില്ല. രണ്ടാമത്തെ ലീല ഒരു രോഗിയാണ്. മൂന്നാമത്തെ ലീലയുടെ വീട്ടിൽ സ്വർണ്ണക്കടക്കാരൻ പറഞ്ഞ രൂപത്തിലുള്ള ആരുമില്ല. ദിവസങ്ങളോളം അവർ ആ നാട്ടിലെ എല്ലാ ലീലമാരെയും രഹസ്യമായി നിരീക്ഷിച്ചു. ദാസനെ കൂട്ടി ദൂരെ നിന്ന് പലരെയും കാണിച്ചെങ്കിലും ഇവരൊന്നുമല്ല സാർ ആ സ്ത്രീ എന്ന് ദാസൻ ആവർത്തിച്ചു. അന്വേഷണം വീണ്ടും ഒരു വഴിമുട്ടിലായി. ലീല എന്ന പേരും ആ വിലാസവും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കൊലയാളി കെട്ടിച്ചമച്ച ഒന്നാണോ എന്ന് രാഘവൻ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. ജാനകിയമ്മയെ പോലെ ഒരു പാവ സ്ത്രീയെ ഇത്ര ക്രൂരമായി കൊന്നതാര്? ആ തറവാട്ടിലെ ഓരോ ഇഞ്ചും അറിയുന്ന മകളുടെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ആ അദൃശ്യ രൂപം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അന്വേഷണം വഴിമുട്ടിയതോടെ CI രാഘവൻ വീണ്ടും ആദ്യ ഘട്ടത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ജാനകിയമ്മയുടെയും അനഘയുടെയും അടുത്ത ബന്ധുക്കളിലും പരിചയക്കാരിലും ആരെങ്കിലും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു. തറവാടിന്റെ ഉമ്മറത്ത് വെച്ച് CI രാഘവനും സംഘവും ബന്ധുക്കളെ ഓരോരുത്തരെയായി വീണ്ടും വിളിപ്പിച്ചു. മരിച്ച ജാനകിയമ്മയുടെ സ്വഭാവം ആർക്കെങ്കിലും അവരോട് മുൻവൈരാഗ്യമുണ്ടായിരുന്നോ? അന്ന് രാത്രി ആരെങ്കിലും ആ ഭാഗത്ത് കണ്ടിരുന്നോ? തുടങ്ങിയ കാര്യങ്ങൾ അവർ ആവർത്തിച്ചു ചോദിച്ചു. ആ കൂട്ടത്തിലാണ് സുമതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ജാനകിയമ്മയുടെയും അനഘയുടെയും അടുത്ത ഒരു ബന്ധുവിന്റെ വീട്ടിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന വിശ്വസ്തയായ സ്ത്രീ. ജാനകിയമ്മയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർക്കും അറിയാമായിരുന്നു. CI രാഘവൻ സുമതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. സുമതി, ജാനകിയമ്മ കൊല്ലപ്പെട്ട ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? സുമതി വളരെ ശാന്തമായാണ് മറുപടി നൽകിയത്. ഞാൻ എന്റെ വീട്ടിലുണ്ടായിരുന്നു സാർ.
ജാനകിയമ്മയെ പോലെ ഒരു പാവത്തെ ഇങ്ങനെ ചെയ്യാൻ ആർക്കു തോന്നും? അവർക്ക് ആരോടും ഒരു ശത്രുതയും ഇല്ലായിരുന്നു. സുമതിയുടെ വാക്കുകളിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. അവരുടെ മുഖത്ത് ഭയമോ പരിഭ്രമമോ ഇല്ലായിരുന്നു. വർഷങ്ങളായി കുടുംബവുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ അനഘയ്ക്കും സുമതിയെ സംശയമില്ലായിരുന്നു. സുമതിയെ കൂടാതെ മറ്റു 10ഓളം ബന്ധുക്കളെയും അയൽവാസികളെയും പോലീസ് ചോദ്യം ചെയ്തു. ഓരോരുത്തർക്കും കൃത്യമായ മറുപടികൾ ഉണ്ടായിരുന്നു. ചിലർ അന്ന് രാത്രി മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നതിനും തെളിവുകളുണ്ട്. രാഘവൻ നിരാശയോടെ തന്റെ ഡയറി അടച്ചു. ആരെയും സംശയിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ജാനകിയമ്മയെ സ്നേഹിച്ചിരുന്നവർ. ആ സ്വർണ്ണക്കടയിൽ വന്ന ലീലയെ കണ്ടെത്താതെ ഈ കേസ് മുന്നോട്ടു പോകില്ല. അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ആ നിമിഷത്തിലാണ് CI രാഘവൻ തന്റെ അവസാനത്തെ അടവ് പ്രയോഗിക്കാൻ തീരുമാനിച്ചത്. കേസിൽ ഉൾപ്പെട്ടവരോ ബന്ധുക്കളോ ആയ എല്ലാവരുടെയും ഫോട്ടോകൾ ശേഖരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ദാസനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇത്തവണ ദാസന്റെ മുന്നിൽ ഒരു മേശ നിറയെ ഫോട്ടോകൾ നിരത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ജാനകിയമ്മയുടെ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും അന്വേഷണ പരിധിയിൽ വന്ന എല്ലാവരുടെയും ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു. ദാസൻ, ഇതിലൊന്ന് നന്നായി നോക്കൂ. അന്ന് നിങ്ങളോട് സംസാരിച്ച ആ സ്ത്രീ ഇതിലുണ്ടോ? രാഘവൻ ഗൗരവത്തോടെ ചോദിച്ചു. ദാസൻ വിറയ്ക്കുന്ന കൈകളോടെ ഓരോ ഫോട്ടോയും സൂക്ഷ്മമായി പരിശോധിച്ചു. 10ഓളം ഫോട്ടോകൾ കഴിഞ്ഞപ്പോൾ ദാസന്റെ കൈ ഒരിടത്ത് തറഞ്ഞു നിന്നു. അയാളുടെ കണ്ണുകളിൽ തിരിച്ചറിവിന്റെ ഒരു മിന്നലാട്ടമുണ്ടായി. ഇതാണ് സാർ, ആ സ്ത്രീ ഇതാണ്. കരിമ്പനക്കൽ എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചത് ഈ സ്ത്രീയാണ്. ഒരു ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദാസൻ വിളിച്ചു പറഞ്ഞു. രാഘവൻ ആ ഫോട്ടോ എടുത്തു നോക്കി. അദ്ദേഹം ഞെട്ടിപ്പോയി. ഉടൻ തന്നെ പോലീസ് സംഘം ആ ഫോട്ടോയുമായി നഗരത്തിലെ സ്വർണ്ണക്കടയിലേക്ക് തിരിച്ചു. ജുവലറി ഉടമയുടെ മുന്നിലേക്ക് ആ ഫോട്ടോ നീട്ടിക്കൊണ്ട് രാഘവൻ ചോദിച്ചു, ഇതാണോ അന്ന് ലീല എന്ന പേരിൽ സ്വർണം വിൽക്കാൻ വന്നത്? ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിയതേയുള്ളൂ. കടക്കാരൻ തറപ്പിച്ചു പറഞ്ഞു. അതെ സാർ, സംശയമില്ല, ഇവർ തന്നെയാണ് വന്നത്. മകന്റെ ജോലിക്ക് പണം വേണമെന്ന് പറഞ്ഞ് എന്റെ അടുത്തുനിന്ന് കരഞ്ഞത് ഈ സ്ത്രീ തന്നെയാണ്. ശാന്തമായി പോലീസിനെ നേരിട്ട, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറിയ അതേ സ്ത്രീ. അവരുടെ ബന്ധുവിന്റെ വീട്ടിൽ വർഷങ്ങളായി ജോലിക്ക് നിൽക്കുന്ന സുമതി. സത്യം തെളിയുകയായിരുന്നു. സുമതി എന്ന വിശ്വസ്തയുടെ മുഖംമൂടി അഴിഞ്ഞു വീണു. ലീല എന്ന കള്ളപ്പേരും കരിമ്പനക്കൽ എന്ന തെറ്റായ വിലാസവും നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അവർ. അമ്മയുടെ സ്വർണത്തിനു വേണ്ടി ആ പാവ സ്ത്രീയെ വെട്ടി പരിക്കേൽപ്പിക്കുകയും അവർ സത്യം വിളിച്ചു പറയുമോ എന്ന ഭയത്താൽ സ്വന്തം ഷോൾ ഉപയോഗിച്ച് മുറുക്കി കൊല്ലുകയും ചെയ്ത ആ ക്രൂരതയ്ക്ക് പിന്നിൽ സുമതിയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. CI രാഘവൻ തന്റെ ടീമിനോട് ആജ്ഞാപിച്ചു. വേഗം പുറപ്പെടൂ, സുമതിയെ ഇപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുക്കണം. ഇത്രയും കാലം നമ്മുടെ കണ്ണു വെട്ടിച്ച് നടന്ന ആ കൊലയാളി ഇനി പുറത്തിറങ്ങരുത്. സുമതി ജോലി ചെയ്യുന്ന ആ ബന്ധുവീട്ടിലേക്ക് പോലീസ് ജീപ്പ് ഇരച്ചു കയറി. എല്ലാവരും നോക്കി നിൽക്കെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ CI രാഘവൻ സുമതിയെ പിടിച്ചിറക്കി. എന്തിനാ സാർ, എന്തിനാ എന്നെ പിടിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സുമതി ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിലെ ആ കടുപ്പമേറിയ ചോദ്യം ചെയ്യലിലും മണിക്കൂറുകളോളം അവർ ഞാൻ നിരപരാധിയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ദാസനെയും സ്വർണ്ണക്കടക്കാരനെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ സുമതിയുടെ നാവ് പിണഞ്ഞു. പോലീസിന്റെ ആയുധത്തിന് മുന്നിൽ അവരുടെ കള്ളങ്ങൾ ഓരോന്നായി തകർന്നു. ഒടുവിൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ സുമതി ആ ക്രൂരതയുടെ കഥ പറഞ്ഞു തുടങ്ങി. അനഘമോൾ പുറകിലെ ചെറിയ ഗേറ്റ് വഴി പോകുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അന്ന് അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വഴിയിലൂടെ തന്നെ അകത്തു കയറി. ജാനകിയമ്മ എന്നെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. എനിക്ക് ആ സ്വർണം വേണമായിരുന്നു സാർ. എന്റെ ദാരിദ്ര്യം മാറ്റാൻ അത് വേണമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഞാൻ അവരെ വെട്ടി. സുമതി കിതച്ചുകൊണ്ട് തുടർന്നു. അമ്മ തറയിൽ വീണു, പക്ഷേ മരിച്ചിരുന്നില്ല. അവർ എന്നെ നോക്കി കൈകൂപ്പി. സുമതിയല്ലേ ഇത് എന്നവർ ചോദിക്കുമോ എന്ന് ഞാൻ ഭയന്നു. അവരുടെ ഓർമ്മക്കുറവിൽ പോലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ പുതച്ചിരുന്ന ആ ഷോൾ എടുത്ത് ഞാൻ കഴുത്തിൽ മുറുക്കി. മരണം ഉറപ്പാക്കിയ ശേഷം ആഭരണങ്ങളും കവർന്ന് ഞാൻ ആരും കാണാതെ പുറത്തിറങ്ങി. സ്വർണ്ണക്കടയിൽ വെച്ച് പിടിക്കപ്പെടുമെന്ന് പേടിച്ച സുമതി പിന്നീട് അത് മറ്റൊരിടത്ത് പണയം വെച്ച് പണം വാങ്ങിയിരുന്നുവെന്നും പറഞ്ഞു. ആ പണത്തിൽ കുറച്ചവർ വീട്ടാവശ്യങ്ങൾക്കായി ചിലവാക്കി. ബാക്കി തുക അവരുടെ വീട്ടിലെ പഴയൊരു പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് അത് കണ്ടെടുക്കുകയും ചെയ്തു. ഈ സത്യങ്ങൾ കേട്ടുനിന്ന അനഘ തകർന്നുപോയി.
തന്റെ അമ്മയെ ഒരുപാട് അറിയാവുന്ന, വർഷങ്ങളായി തങ്ങൾക്കറിയുന്ന സ്ത്രീ. അവർ തന്റെ അമ്മയോട് ഇങ്ങനെ ചെയ്തത് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. തറവാടിന്റെ ഇരുളടഞ്ഞ കോണുകളിൽ ഇപ്പോൾ ജാനകിയമ്മയുടെ ചിരിയില്ല. വിശ്വാസം തകർന്ന ഒരു മകളുടെ കണ്ണീരും ചെയ്ത തെറ്റിന് അഴികൾക്കുള്ളിലായ സുമതിയുടെ നിശബ്ദതയും മാത്രം ആ വലിയ വീടിന് സാക്ഷിയായി. സ്വർണത്തിനോ പണത്തിനോ വേണ്ടി മനുഷ്യത്വം പണയപ്പെടുത്തുന്നവർക്കിടയിൽ തന്റെ ഓർമ്മക്കുറവിലും ആരെയും വിശ്വസിച്ച ജാനകിയമ്മ ഒരു നോവാകുന്നു. ഓർക്കുക, സുരക്ഷ എന്നത് വീടിന്റെ വാതിലുകൾക്ക് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനും അനിവാര്യമാണ്. തിരിച്ചറിയുക, കൂടെയുള്ളവരിലെ ചതിയുടെ മുഖങ്ങളെയും ലോകത്തിന്റെ കപടതകളെയും. സ്നേഹത്തെക്കാൾ വിലയുള്ളതൊന്നും ഭൂമിയിലില്ല. പക്ഷേ ആ സ്നേഹം ആയുധമാക്കുന്നവരെ തിരിച്ചറിയാൻ വൈകിപ്പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.